नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरो वैष्णवां च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितां च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तु ते तप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും സ്വാഗതം ഇസ്കോൺ ഗുരുവായൂരിന്റെ ജ്ഞാനപ്പാന സത്സംഗത്തിലേക്ക്. അപ്പോൾ നമ്മൾക്ക് അവസാനത്തെ ദിവസങ്ങളിലാണ്. ഇനി 2 ദിവസം കൊണ്ട്, ഇനി 1 ദിവസം കൊണ്ട് നമുക്ക് ജ്ഞാനപ്പാന കംപ്ലീറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പൂന്താനത്തിന്റെ ആ ഒരു നിരാശയാണ്. പൂന്താനം കലിയുഗത്തിന്റെ മഹാത്മ്യത്തിനെ കുറിച്ചും ഈ ഭാരതഖണ്ഡത്തിന്റെ മഹാത്മ്യത്തിനെ കുറിച്ചും പറഞ്ഞു. അതിൽ വന്ന് ഒരു മനുഷ്യജന്മം കിട്ടിയത് വലിയ സുഹൃതമാണ്. എത്രയോ ജന്മത്തിലെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മൾക്ക് ഇങ്ങനെയൊരു മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത്. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. ആ മനുഷ്യജന്മം നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് വലിയ സുഹൃതമാണ്. എത്രയും പണിപ്പെട്ടിങ്കു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും. അതിന്റെ മുന്നേ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞുപോയി. ഒരുപാട് ജന്മങ്ങൾ മറ്റു ശരീരങ്ങളിലൂടെ കടന്നുപോയി. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. അത് വന്നിട്ട് ഈ വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം. ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ഈ ഭാരതഖണ്ഡത്തിൽ ഒരു മനുഷ്യജന്മം, ഒരു മർത്യജന്മം കിട്ടിയിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ അത്രയും വലിയ ഒരു സൗഭാഗ്യമാണ് ഈ ഭാരതഖണ്ഡത്തിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും എന്ന് പൂന്താനം പറയുന്നു. എന്നിട്ടും ആ ഒരു സൗഭാഗ്യം എല്ലാവരും ഉപയോഗിക്കാത്തതിലുള്ള നൈരാശ്യവും പൂന്താനം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു സൗഭാഗ്യം കിട്ടിയിട്ട് അതിനെ ഉപയോഗിക്കുന്നില്ലല്ലോ എന്നാണ് പൂന്താനം പറയുന്നത്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ആ മനുഷ്യജന്മം വിനിയോഗിക്കുന്നു എന്ന് പൂന്താനം പറയുന്നു. അതിൽ പല ഉദാഹരണങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവന്റെ സമയം ചെലവഴിക്കുന്നത് എന്ന് പല ഉദാഹരണങ്ങളും പറഞ്ഞു. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ, മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതികെട്ടു നടക്കുന്നിതു ചിലർ, ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമനായി ആടുന്നിതു ചിലർ,
കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. ഇങ്ങനെ പല പല രീതിയിലും ഓരോരുത്തരും അവരുടെ ജീവിതം ഭഗവാനെ അറിയാതെ, ഭഗവാന്റെ നാമം ജപിക്കാതെ അങ്ങനെ സമയം ചെലവഴിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ കാര്യമൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്താലോ, ഭഗവാന്റെ നാമം ജപിക്കണം എന്ന് ആരെങ്കിലും പറയുന്ന സമയത്ത് അവരോട് വലിയ ദേഷ്യമാണ് എന്നും പറയുന്നു. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാം, എന്തിനാണ് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ അവരോട് ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നതു ചിലർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിഷമീ വണ്ണം നിൽക്കൂവെന്നും ചിലർ. ഞാനുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഞാനില്ലായിരുന്നെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നിൽ നിന്നും വിട്ടുനിൽക്കാൻ അവർക്ക് സാധിക്കും. ഭഗവാന്റെ ഭജനയിലേക്ക് വരണമെങ്കിൽ, ഭഗവാന്റെ നാമം ജപിക്കണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് ഭഗവാനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. ഭഗവാന്റെ സംരക്ഷണത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളെ ഒഴിവാക്കാനും ഭഗവാന്റെ നാമത്തിലേക്ക് വരാനും സാധിക്കും. പക്ഷെ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവമുള്ളവർക്ക് ഒരു കർമ്മവും ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർക്ക് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാനും സാധിക്കുന്നില്ല എന്ന് പറയും. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിഷമീ വണ്ണം നിൽപ്പൂ എന്നും ചിലർ. അതുവരെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. അതിനുശേഷം ഉള്ള വരികൾ നമുക്ക് വായിക്കാം. യെസ്, അഞ്ജലി മാതാജി ആൻഡ് ആരതി മാതാജി വായിച്ചോളൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. വൃത്തിയും കെട്ടു ദൂർത്തരായെപ്പോഴും അർത്ഥത്തെ കോരിച്ചെത്ര നശിക്കുന്നു. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രമതിയെന്നും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും. ആശയായുള്ള പാശമതിങ്കിന്നു വെറിടാതെ കരേറുന്നു മേൽക്കുമേൽ. സത്തുക്കൾ ചെന്നിരന്മാരർത്ഥത്തിൽ സ്വല്പം മാത്രം കൂടാ ചില ദുഷ്ടന്മാർ. ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോകാനോരുത്തർക്കും. പശ്ചാത്താപമൂലമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. വിത്തത്തിൽ ആശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ കൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എണ്ണി എണ്ണി കൂരയും നിതായുസും മണ്ടി മണ്ടി കരേറുന്നു മുഖവും. വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും
വന്നില്ലല്ലോ തിരുവാതിരയെന്നും. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമശ്വതി നാളെന്നും. ശ്രദ്ധമുണ്ടാവോ വൃശ്ചിക മാസത്തിൽ സദ്യയുന്നു മെഴുതള്ളി നീങ്ങുന്നു. ഉണ്ണിയുണ്ടായി വീർപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനിന്നും. കോണിക്കൽ തന്നെ വന്ന നിലമിനി കണമെന്നെ നെടുപ്പിക്കരുതെന്നും. ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവാനെല്ലാമില്ലാരും. കർമ്മത്തിന്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും. കാലമിന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിന്റെ വലിപ്പവും. അതിൽ വന്നു പിറന്നതു ഇത്രനാൾ പഴുതേ തന്നെ പോയ പ്രകാരവും. ആയുസിന്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും. ഇന്നു നാമ സങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും. ഇനിയുള്ള നരകഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും. എന്തിനു വൃഥാകാലം കളയുന്നു വൈകുണ്ഠത്തിനു പോയിക്കൊള്ളുവീനെല്ലാരും. കുടിയല്ല പിറക്കുന്ന നേരത്തും കുടിയല്ല മരിക്കുന്ന നേരത്തും. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ആരതി ആൻഡ് അഞ്ജലി മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഇവിടെ പൂന്താനം പറയുന്നത് ഈ ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ടും അതറിയാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അർത്ഥാശയ്ക്ക് വിരുദ് വിളിപ്പിക്കാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നത് ചിലർ. അർത്ഥം പണം കിട്ടുമെന്ന് വിചാരിച്ച് പണം കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമാക്കാം, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് വിചാരിച്ച് പല രീതിയിൽ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രം നമ്മുടെ സമയം ചെലവഴിക്കുന്നു എന്നാണ് പറയുന്നത്. ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊക്കായെന്നും ചിലർ. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ചില ആളുകൾക്ക് അവരുടെ തറവാട്ട് മഹിമ, ഞാൻ ഇന്ന തറവാട്ടിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ തറവാടിന്റെ പേരിൽ അഭിമാനിച്ച് അങ്ങനെ ആ ജീവിതകാലത്തിന്റെ അവസാനം വരെ അവർ പറയും, ഞാൻ ഇന്ന തറവാട്ടിലാണ് ജനിച്ചിട്ടുള്ളത്, എൻ്റെ അച്ഛൻ ഇന്ന ആളാണ്, എൻ്റെ അമ്മ ഇന്ന ആളാണ്, ഞങ്ങൾ പേര് കേട്ട തറവാട്ടിലാണ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ആ ഒരു അഭിമാനത്തിൽ അങ്ങനെ കഴിഞ്ഞു പോകും എന്ന്. അർത്ഥാശയ്ക്ക് വിരുദ് വിളിപ്പിക്കാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നതു ചില ആളുകള് എന്തിനാണ് യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത്? ആളുകളുടെ കയ്യിൽ നിന്നും പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത്. യജ്ഞത്തിന്റെ പേരിൽ വലിയ പണപ്പിരിവൊക്കെ നടത്തി യജ്ഞം നടത്തും. അപ്പോൾ അവർക്ക് ആ യജ്ഞത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടല്ല, യജ്ഞത്തിന്റെ പേരിൽ പണം സമ്പാദിക്കാം എന്നുള്ള പേരിൽ അർത്ഥത്തിനു വേണ്ടി യജ്ഞം ചെയ്യുന്ന ആളുകളുമുണ്ട് എന്നാണ് പറയുന്നത്. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നതു ചിലർ. മത്തേപം കൊണ്ട് കച്ചവടം ചെയ്തും ഉത്തമ തുരകങ്ങൾ അതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്ന ഇത് അർത്ഥം ശിവ. പല രീതിയിൽ ആളുകൾ അർത്ഥം പണം സമ്പാദിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ പണസമ്പാദനത്തിന്റെ പേരിൽ ഒരു വ്യക്തിയുടെ ആ വൃത്തിയും കെട്ട് ദൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. അർത്ഥമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, പണമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് കരുതി ഒരു വ്യക്തിയുടെ വൃത്തി കെട്ടുപോകുന്നു എന്നാണ് പറയുന്നത്. എന്താണ് വൃത്തി കെട്ടുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സ്വയം മറന്ന് ജീവിക്കുക. ഹരേ കൃഷ്ണ. യെസ്. ഇവിടെ വൃത്തി എന്ന് പറയുന്നത് ആ ഒരു ബോധമാണ്, മനോവൃത്തി.
അല്ലെ? ബോധം, ഒരു വ്യക്തിയുടെ ആ ബോധം കെട്ടുപോകുന്നു, ബോധം നഷ്ടപ്പെട്ടു പോകുന്നു. എന്താണ് ബോധം? നമ്മുടെ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചുള്ള ബോധം നമ്മൾ മറന്നു പോകുന്നു. ഞാൻ ഭഗവാന്റേതാണ്, ഭഗവാന് സേവനം ചെയ്യുകയാണ് എൻ്റെ യഥാർത്ഥ ധർമ്മം എന്നുള്ള ആ വൃത്തി, നമ്മുടെ വൃത്തി, യഥാർത്ഥ വൃത്തി എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ള ആ വൃത്തി, അത് മറന്നു പോകുന്നു എന്നാണ് പറയുന്നത്. വൃത്തിയും കെട്ടും. നമ്മൾ സാധാരണ മലയാളത്തിൽ വൃത്തിയും കെട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയില്ലാതെ കുളിക്കാണ്ട് നടക്കുന്നതാണെന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ വൃത്തി, നമ്മുടെ യഥാർത്ഥ ധർമ്മം നമ്മൾ മറന്നു പോകുന്നു, ഭഗവാനെ മറന്നു പോകുന്നു, ആ നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ്. ഭഗവാനും പറയുന്നുണ്ട്, നമ്മൾ ഭൗതിക വിഷയങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്മൃതി, നമ്മുടെ ഓർമ്മശക്തി, ഭഗവാനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശ, അങ്ങനെ നമ്മുടെ ബുദ്ധി നശിച്ചു പോകും. ബുദ്ധിനാശാത് പ്രണശ്യതി, അങ്ങനെ ഭൗതികമായിട്ട് മാത്രം അവര് ജീവിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ഭഗവാനെ കുറിച്ചുള്ള ബോധമില്ലാതെ ധൂർത്തരായി, എപ്പോഴും ധൂർത്തരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിന്റെ വിലയറിയാതെ, സമയം ഭഗവാന് വേണ്ടി ചെലവഴിക്കാൻ സമയം കണ്ടെത്താതെ മറ്റു പല ആവശ്യത്തിനു വേണ്ടിയും അവര് സമയം ചെലവഴിക്കും. അത് ധൂർത്താണ്, അല്ലെ? ഭഗവാന് വേണ്ടി സമയം ചെലവഴിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രയോജനകരമായിട്ടുള്ളത്. ബാക്കിയുള്ള സമയമൊക്കെ അവർ ധൂർത്തടിച്ച് കളയുന്നു എന്നാണ് പറയുന്നത്. അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു, പണത്തിനു വേണ്ടി ആ മായയുടെ പിടിയിൽപ്പെട്ട് അങ്ങനെ ഓടി ഓടി നടക്കുകയാണ്. അങ്ങനെ ഏതു തരത്തിലുള്ള കർമ്മവും അവർ ചെയ്യുന്ന എന്നാണ് പറയുന്നത്. അധാർമികമായിട്ടുള്ള പ്രവൃത്തിയിലൂടെയും ധനം സമ്പാദിക്കും. അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. ഇനി എത്ര അർത്ഥമുണ്ടെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്താഗതിയെ കുറിച്ചാണ്, മനസ്സിന്റെ ഒരു സ്വഭാവത്തിനെ കുറിച്ചാണ് ഇനി പൂന്താനം പറയുന്നത്. നമ്മൾ വിചാരിക്കും ഇത്ര പണമുണ്ടെങ്കിൽ സന്തോഷമായി, എനിക്ക് സമാധാനമാകും എന്ന് വിചാരിക്കും. പക്ഷെ അത് കിട്ടിയാലും നമ്മൾക്ക് ഒരിക്കലും തൃപ്തിയാകുന്നില്ല. നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് എന്ന് പറയുന്നു. അത് വിശദമായിട്ട് പൂന്താനം പറയുന്നതാണ്. 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും. ആദ്യം വിചാരിക്കും ഒരു 10 രൂപയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, പിന്നെ അതുകൊണ്ടൊന്നും തികയുന്നില്ല, അപ്പോൾ 100 കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. 100 കിട്ടുന്ന വ്യക്തി വിചാരിക്കും 1000 ആയാൽ വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് വിചാരിക്കും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യം എന്നതും. 1000 പണം കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ വിചാരിക്കും ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ആണ്. 10,000 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും എന്ന് വിചാരിക്കും. ഇങ്ങനെ പണത്തിന്റെ അളവ് കൂടിയാലും നമ്മുടെ ആശയുടെ ആ അളവ് കുറയുന്നില്ല, അതൊരിക്കലും തൃപ്തിയാകുന്നില്ല എന്നാണ് പറയുന്നത്. അത് മനസ്സിന്റെ സ്വഭാവത്തിനെ കുറിച്ചാണ് പൂന്താനം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ആശയായുള്ള പാശമതിങ്കെന്ന് വേർപിടാതെ കരയേറുന്നു മേൽക്കുമേൽ. എത്ര നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര അധ്വാനിച്ചു കഴിഞ്ഞാലും ആ ഒരു ആശ, ഇനിയും എന്തെങ്കിലും കിട്ടണം, അപ്പോഴേ എനിക്ക് തൃപ്തിയാകുള്ളൂ എന്നുള്ള രീതിയിൽ വ്യാമോഹത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാരണം എന്താണ്? മനസ്സിനൊരിക്കലും ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് ഒരിക്കലും തൃപ്തി കിട്ടുന്നില്ല. ഭഗവാന്റെ സേവനത്തിലാണ്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്, ഭഗവാന്റെ സാമീപ്യം കൊണ്ടാണ് നമ്മൾക്ക് തൃപ്തി കിട്ടുന്നത്. അതിലാണ് യഥാർത്ഥ തൃപ്തി കിട്ടുന്നത്. പക്ഷെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ടും ആ വ്യക്തിക്ക് ഒരിക്കലും തൃപ്തി കിട്ടുന്നില്ല. വീണ്ടും വേറെ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ സന്തോഷം കിട്ടുമെന്നാണ് അവൻ വിചാരിക്കുന്നത്. ആശയാകുന്ന പാശമതിങ്കെന്ന് വേർപിടാതെ കരയേറുന്നു മേൽക്കുമേ. ഓരോന്ന് കിട്ടുമ്പോഴും ആഗ്രഹം കൂടി വരികയാണ്. ആഗ്രഹം ഒരിക്കലും കുറഞ്ഞു വരുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവാനും ഇതേ വാക്ക് ഭഗവാനും ഭഗവത്ഗീതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആശാപാശം. പൂന്താനം പറയുന്നു ആശയാകുന്ന പാശം. ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം, പാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറാണ്, അല്ലെ? കയർ. 100 കണക്കിന് കയർ കൊണ്ട് നമ്മളെ കെട്ടി വലിക്കുന്നത് പോലെയാണ് ഓരോ ആഗ്രഹത്തിന്റെയും പുറകെ നമ്മൾ ഓടി നടക്കുന്നത്. ഓരോ ആഗ്രഹങ്ങളാണ് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ 100 കണക്കിന് ആഗ്രഹങ്ങൾ ഒരു വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ കെട്ടിയിടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ ഇതേ വാക്ക് ഗീതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 16-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആസുരിക സ്വഭാവത്തിനെ കുറിച്ച് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. ആശാപാശ സധൈർബദ്ധ കാമക്രോധപരായണ
ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേന അർത്ഥസഞ്ചയ ആശാപാശ ശതൈർബദ്ധ. നൂറുകണക്കിന് ആശയാകുന്ന ആ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട് കാമക്രോധപരായണ, കാമവും ക്രോധവും നിറഞ്ഞ ഒരു വ്യക്തി ഈഹന്തേ കാമഭോഗാർത്ഥം തന്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്നു എന്നാണ് പറയുന്നത്. അന്യായേന അർത്ഥസഞ്ചയം, അന്യായമായിട്ടും അധാർമികമായിട്ടുള്ള രീതിയിലും ഒരു വ്യക്തി ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ പൂന്താനം പറയുന്നത്. ആശയാകുന്ന പാശമതിങ്കയെന്നു വേർപിടാതെ കരയേറുന്നു മേൽക്കുമേ. മുന്നോട്ട് പോകുന്തോറും, ജീവിതം മുന്നോട്ട് പോകുന്തോറും സംതൃപ്തിയല്ല ഉണ്ടാകുന്നത്, കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് പറയും. ഇനി അഥവാ ഒരു വ്യക്തി പണം സമ്പാദിച്ചാലും അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നുമില്ല, എങ്ങനെയാണ് പണം ഉപയോഗിക്കേണ്ടത് ആ വ്യക്തിക്ക് അറിയുന്നുമില്ല എന്നാണ് പറയുന്നത്. സത്തുക്കൾ ചെന്നിരന്നാലായ അർത്ഥത്തിൽ സ്വല്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. സത്തുക്കൾ, സാധുക്കളായിട്ടുള്ള ആളുകൾ, ഭക്തന്മാർ, ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരതും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചത്തുപോകുന്നേരം വസ്ത്രം അതുപോലും എത്തിരാ കൊണ്ടുപോകാൻ ഒരുത്തർ. തിരിച്ചു പോകുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഉടുത്ത വസ്ത്രം പോലും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരും ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത്. പശ്ചാത്താപം ഒരെല്ലോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. അവർക്ക് അതിൽ യാതൊരു പശ്ചാത്താപവും ഇല്ല. അവർക്കപ്പോഴും ധനത്തിൽ തന്നെയാണ് വിശ്വാസം എന്നാണ് പറയുന്നത്. വിത്തത്തിൽ ആശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യം എന്നത് ബ്രഹ്മമതു തന്നെ സത്യമെന്നോ കരുതുന്നു സത്തുക്കൾ. പക്ഷെ മനസ്സിൽ ധനത്തിനോടുള്ള ആ ഒരു ആഗ്രഹം കയറിക്കഴിഞ്ഞാൽ, അതിൽ നമ്മുടെ മനസ്സ് കുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിശ്വാസമൊക്കെ ത്യജിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. ധർമ്മത്തിൽ പിന്നെ വിശ്വാസം ഇല്ലാതാകും. പക്ഷെ പൂന്താനം ഇവിടെ പറയുന്നു, സത്യമെന്നത് ബ്രഹ്മമത് തന്നെ. സത്യം എന്ന് പറയുന്നത് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ബ്രഹ്മം, ഭഗവാൻ തന്നെയാണ് സത്യം. അല്ലെ, ആ സത്യത്തിനെ ഒഴിവാക്കിയാണ് നമ്മൾ മറ്റു പലതും നേടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ഉപേക്ഷിച്ചിട്ടാണ് ബാക്കിയുള്ള അർത്ഥത്തിന്റെ പുറകിൽ നമ്മൾ ഓടി നടക്കുന്നത്. അങ്ങനെ എല്ലാവിധ അനർത്ഥങ്ങളെയും നമ്മൾ വിളിച്ചു കയറ്റുന്നത് എന്നത്. ക്രിസ്ത്യാനികൾ ഒരു ചൊല്ല് പറയാറുണ്ട് എന്നാണ്, ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം? സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി ഈ ലോകം മുഴുവൻ നേടിയിട്ട് എന്താണ് പ്രയോജനം എന്ന്. അതേപോലെ പൂന്താനം പറയുന്നത് ആ പരമസത്യമായിട്ടുള്ള ഭഗവാനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അർത്ഥത്തിന്റെ പുറകിൽ എല്ലാവരും സത്യത്തിനെ ത്യജിച്ചുകൊണ്ട് പോകുന്നത് എന്നാണ്. സത്യത്തിനെ ത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം, അല്ലെ? ആ ഭഗവാൻ തന്നെയാണ് പരമമായിട്ടുള്ള സത്യം എന്ന് ഭാഗവതത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്. സത്യം പരം ധീമഹി. ആ പരമസത്യമായിട്ടുള്ള ഭഗവാനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് എന്ന് ഭാഗവതത്തിൽ തുടക്കത്തിൽ തന്നെ പറയും. അപ്പോൾ നിസ്സാരമായിട്ടുള്ള ധനത്തിന് വേണ്ടി ആളുകൾ ഭഗവാനെ പോലും ത്യജിക്കുന്നു എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അവർക്ക് യഥാർത്ഥ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്, യഥാർത്ഥ വിദ്യ ലഭിക്കാത്തത് കൊണ്ടാണ്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതു ചില. യഥാർത്ഥത്തിൽ വിദ്യ കൊണ്ട് നേടേണ്ടത് എന്താണ്, അത് നേടാതെ മറ്റു പല കാര്യങ്ങളാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ഗുരുപരമ്പരയിലൂടെ ഭഗവാനെ കുറിച്ച് കേൾക്കാതെ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ മറ്റ് പല നേട്ടത്തിന് വേണ്ടിയും അവർ ആ വിദ്യയെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എല്ലാ വിദ്യകളിലൂടെയും അറിയേണ്ടത് ആരെ തന്നെയാണ്? ഭഗവാനെ തന്നെയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, എല്ലാ വേദങ്ങൾ പഠിക്കുന്നതിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെയാണ്. വേദയിശ്ച സർവേർ അഹമേവ വേദ്യോ. മുഴുവൻ വേദങ്ങളും പഠിക്കുന്നത് എന്നെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഭാഗവതത്തിലും പറയുന്നുണ്ട്, വാസുദേവ പരാവേദ. വേദങ്ങളുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? ഭഗവാൻ വാസുദേവനെ അറിയുക എന്നുള്ളത് തന്നെയാണ്. ആ ഭഗവാൻ വാസുദേവനെ അറിയാതെ, ആ ഭഗവാൻ വാസുദേവനാണ് എൻ്റെ സുഹൃത്ത്, ആ ഭഗവാൻ വാസുദേവൻ എന്നെ സംരക്ഷിച്ചുകൊള്ളും, എന്നെ ആപത്തിൽ സംരക്ഷിക്കാൻ പോകുന്നത് ഭഗവാനാണ്
അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ സേവനമാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയാതെ. അതാണ് വിദ്യ. ഭഗവാനെ അറിയുന്നതാണ് വിദ്യ എന്ന് ഗീതയിൽ ഭഗവാൻ പറയും. അധ്യാത്മ വിദ്യാനം. ഭഗവാനെ അറിയുന്നതാണ് വിദ്യ എന്ന് പറയും. പക്ഷെ ഇന്ന് നമ്മൾ വിദ്യ എന്ന് പറഞ്ഞ പേരിൽ കൊടുക്കുന്നത് മറ്റു പലതുമാണ്, അല്ലെ? ഭഗവാനെ ഒരിക്കലും അവിടെ പറഞ്ഞു കൊടുക്കുന്നില്ല, ഭഗവാനെ കുറിച്ച് ഒരിക്കലും പറഞ്ഞു കൊടുക്കുന്നില്ല. ഭഗവാനെ മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വേറെ എല്ലാ കാര്യങ്ങളും അറിയും. നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ ടെക്നിക്കും നമ്മൾക്കറിയാം, സാങ്കേതികമായിട്ടുള്ള എല്ലാ വിദ്യകളും അറിയാം. പക്ഷെ എന്തറിയില്ല, അതിന്റെ പുറകിലിരിക്കുന്ന ഭഗവാനെ കുറിച്ച് അറിയുന്നു. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നത് ചിലർ. വിദ്വാനാണെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ ഡിഗ്രി ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആരായി? വിദ്വാനായി. പക്ഷേ മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയുമോ? അതറിയില്ല. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയോ? അതുമില്ല. ഇതിന്റെ മുന്നേ എവിടുന്നാണ് വന്നതെന്നറിയോ? അതൊന്നും അറിയില്ല. പക്ഷേ വിദ്വാനാണ്. എന്താണ് കാരണം? ഡിഗ്രി ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, PG ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്. അങ്ങനെ വിദ്വാനായിട്ട് നടക്കുകയാണ്. പക്ഷെ വിദ്യ, അധ്യാത്മ വിദ്യ, ഭഗവാനെ കുറിച്ച് അറിയുന്നില്ല. ആ ഒരു കാര്യമാണ് ഇത് പ്രധാനം പറയുന്നത്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നു. വിദ്യ ഉണ്ട്, പക്ഷേ അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ വിദ്വാനാണ്, ഞാൻ വിദ്വാനാണ്, ഞാൻ ആരാണ്, ഞാൻ ഡോക്ടറേറ്റ് ആണ്, ഞാൻ PhD ആണ് എന്ന് പറയും. പക്ഷെ ഭഗവാനെ കുറിച്ച് ഒന്നും അറിയുന്നില്ല. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതു ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവ. അങ്ങനെയുള്ള ആളുകളെ പൂന്താനം ആരായിട്ടാണ് കണക്കാക്കുന്നത്? അല്ലെ? എല്ലാവിധ ഡിഗ്രികളും ഉണ്ട്, പക്ഷേ അവനവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നോ, ഈ മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം എന്താണെന്നോ, മരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നോ ഒന്നും അറിയില്ല. അതൊന്നും അറിയാതെ, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ മനുഷ്യനായിട്ട് ജീവിക്കുന്നു. അത് ഏതുപോലെയാണ്? കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. അല്ലെ? ഗർദ്ധവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം എന്താണ്? കഴുതയാണ്. കഴുതയുടെ പുറത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മാറാപ്പുകൾ, ഭാണ്ഡക്കെട്ടുകൾ അങ്ങനെ മാറ്റി മാറ്റി വെച്ചു കൊടുക്കും. കഴുതയ്ക്ക് എന്ത് വെച്ചു കഴിഞ്ഞാലും അത് വെറും ഭാരം മാത്രമാണ്, അല്ലെ? വിഴുപ്പുകെട്ട് വെച്ചാലും ഭാരമാണ്. അതേപോലെ വേറെ എന്ത് വെച്ച് കഴിഞ്ഞാലും, ഇപ്പൊ ഇവിടെ എന്താണ് വെച്ചിട്ടുള്ളത്? കുങ്കുമപ്പൂവാണ് വെച്ചിട്ടുള്ളത്, അല്ലെ? കുങ്കുമം വളരെ വിലയുള്ളതാണ്, അതിന് വലിയ മൂല്യമുണ്ട്. പക്ഷെ കഴുതയ്ക്ക് അതെന്താണ്? കഴുതയ്ക്ക് അത് ഒരു ഭാരമാണ്. എന്തോ ഭാരം വെച്ചിട്ടുണ്ട്, അത്ര മാത്രമേ കഴുതയ്ക്കറിയൂ. അതുപോലെയാണ് മനുഷ്യ ജീവിതം കിട്ടിയിട്ടും ആ മനുഷ്യ ജീവിതത്തിന്റെ മേന്മ അറിയാതെ, മനുഷ്യജന്മം കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഇതെന്ന് അറിയാതെ, ആ അവസരത്തിനെ കുറിച്ച് അറിയാതെ, ആ മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം അറിയാതെ മനുഷ്യനായിട്ട് നടക്കും. ഈ മനുഷ്യ ശരീരവും കൊണ്ട് നടക്കും. അതൊരു ഭാരമായിട്ട് അങ്ങനെ നടക്കും. അതാണ് പൂന്താനം പറയുന്നത്. കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. മനുഷ്യ ശരീരത്തിന്റെ പ്രാധാന്യം അറിയാതെ ആ മനുഷ്യ ശരീരം കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചാണ് ഇവിടെ പൂന്താനം പറയുന്നത്. കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെ. ആ തൃഷ്ണ, ഭൗതികമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് അവന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയത്, അവൻ ഭ്രമിച്ചു പോയത് എന്നാണ് പൂന്താനം പറയുന്നത്. ഭൗതികമായിട്ട് എത്രത്തോളം ആഗ്രഹമുണ്ടോ അത്രത്തോളം അവന്റെ ബുദ്ധി നശിച്ചു പോകും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്യത എന്ന് ഭഗവാൻ ഗീതയിൽ പറയും. ഇന്ദ്രിയാർത്ഥാൻ, ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന ഒരു വ്യക്തിയുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ, ആ വ്യക്തിയുടെ ബോധം നഷ്ടപ്പെട്ടു പോകുന്നു, വിമൂഢാത്മാവായി പോകുന്നു, ഭഗവാനെ കുറിച്ച് മറന്നു പോകുന്നു. മിഥ്യാചാര സൗച്യത, അവൻ എല്ലാ കാര്യങ്ങളും ആചരിക്കും, പ്രവർത്തിക്കും, പക്ഷെ എന്താണ്? അതൊക്കെ മിഥ്യയായി പോകും, വിലയില്ലാത്തതായി പോകും, അല്ലെങ്കിൽ അനർത്ഥമായിട്ട് പോകും, പ്രയോജനമില്ലാത്തതായി പോകും എന്ന് ഭഗവാൻ അവിടെ പറയും. അതേപോലെയാണ് ഇവിടെ പൂന്താനം പറയുന്നത്. അവന്റെ തൃഷ്ണ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള
ആ പരക്കം പാച്ചിൽ കൊണ്ട് അവന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി. അവൻ ഭ്രമത്തിൽപ്പെട്ടുപോയി. അല്ലെ, ഭ്രമത്തിലാണ്. ഒരു മരുഭൂമിയിൽ വെള്ളമുണ്ട് എന്ന് വിചാരിച്ച് മാൻകുട്ടി അവിടെ വെള്ളം കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഓടി ഓടി പോകും. അവിടെ എത്തുന്ന സമയത്താണ് അവിടെ വെള്ളമില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് കുറച്ച് വെള്ളമുള്ളത് പോലെ തോന്നും, മരീചിക. അപ്പോൾ അങ്ങോട്ട് ഓടിപ്പോകും. അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെയും വെള്ളമില്ല, അവിടുന്ന് ഓടിപ്പോകും. ഇതിനെയാണ് ഭ്രമം എന്ന് പറയുന്നത്. ഇങ്ങനെ അവിടെ സുഖം കിട്ടും, ഇവിടെ സുഖം കിട്ടും എന്ന് വിചാരിച്ച് ഓടി ഓടി നടക്കാൻ. ഇതിനാണ് ഭ്രമം എന്ന് പറയാം. ബുദ്ധി നഷ്ടപ്പെട്ടപ്പോഴാണ് ഭ്രമം ഉണ്ടായത്. അങ്ങനെ ഓടി ഓടി നടക്കുകയാണ് എല്ലാവരും എന്നാണ് പറയുന്നത്. കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ, ചിന്തിച്ചു നോക്കുമ്പോൾ ആ ബുദ്ധി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഭ്രമിച്ചു പോയത്. തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നത് ഒക്കെയും. തൃഷ്ണ കൊണ്ടാണ് ബുദ്ധി നഷ്ടപ്പെട്ടു പോയത്. ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ബുദ്ധി നഷ്ടപ്പെട്ടു പോയത് എന്ന് പൂന്താനം പറഞ്ഞു തരികയാണ്. എണ്ണി എണ്ണിക്കുറയുന്നിതായുസ്സും മണ്ടി മണ്ടിക്കരയേറുന്നു മോഹവും. ആയുസ്സാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്ന സമയത്ത് കുറഞ്ഞു വരിക, അല്ലെ? ഓരോ ദിവസം സൂര്യൻ ഉദിച്ച് അസ്തമിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസത്തെ ആയുസ് തീർന്നു. അങ്ങനെ ഓരോ ദിവസം ആയുസ് കുറഞ്ഞു വരികയാണ്. പക്ഷെ അതിനനുസരിച്ച് ആഗ്രഹങ്ങൾ കുറയുന്നുണ്ടോ? ഇല്ല, ആഗ്രഹങ്ങളാണെങ്കിൽ കൂടി വരികയാണ്, അല്ലെ? എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളെ കുറിച്ച് പൂന്താനം വിശദീകരിക്കുന്നുണ്ട്. വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും. ഇനി എന്തൊക്കെ ആഘോഷങ്ങളാണ് വരാൻ പോകുന്നത് അതാണ് ചിന്തിക്കുന്നത്. ഇനി അടുത്ത എന്താണ് പ്രോഗ്രാം, അടുത്ത പരിപാടി എന്നാണ് വരുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അടുത്ത നമ്മുടെ കുടുംബത്തിലുള്ള കല്യാണം എന്നാണ്, ഇനി എന്നാണ് പുറത്തേക്ക് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു പ്ലാനുമായിട്ട് അങ്ങനെ കഴിയുന്നു. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്ന്. ഇനി എന്റെ പിറന്നാൾ എന്നാണ് വരാൻ പോകുന്നത്, അത് നല്ല രീതിയിൽ നടത്തണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വലിയ ഒരു കല്യാണം വരാൻ പോകുന്നുണ്ട്, ആ കല്യാണം നല്ല രീതിയിൽ വലിയ രീതിയിൽ എല്ലാവരെയും വിളിച്ച് നടത്തണം. ആളുകളെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെയുള്ള പ്ലാനുകളാണ് എല്ലാവരും ചെയ്യുന്നത് എന്ന് പറയും. ഇവിടെ പൂന്താനം പ്രത്യേകിച്ച് പറയുന്നുണ്ട്, കുംഭമാസത്തിൽ അശ്വതി നാളിലാണ് ജന്മനക്ഷത്രം. അപ്പോൾ പൂന്താനത്തിന്റെ ജന്മനക്ഷത്രത്തിനെ കുറിച്ചുള്ള സൂചനയാണ് ഇത് എന്ന് ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് പൂന്താനം ജനിച്ചത് എന്നതിന്റെ സൂചനയാണ് ഇവിടെ പറയുന്നത് എന്ന് പറയും. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്ന് പൂന്താനം എടുത്തു പറയുന്നു. ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നു മെടുതല്ലിനിയെന്നും ഉണ്ണിയുണ്ടായി കേൾപ്പിച്ചതിൻ്റൊരു ഉണ്ണിയുണ്ടായി കണ്ടാവോ ഞാനെന്നും. ഇനി ഏതൊക്കെ സദ്യകളാണ് വരാൻ പോകുന്നത്, എന്തൊക്കെ പ്രോഗ്രാമുകളാണ് വരാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ണിയുണ്ടായി കേൾപ്പിച്ചതിനൊരു ഉണ്ണിയുണ്ടായി കണ്ടാവോ ഞാനും. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത് എന്നാണ് പൂന്താനം പറയുന്നത്. എന്താണ് കാര്യം? ഓരോ ദിവസം കഴിയുന്തോറും ആയുസ് കുറഞ്ഞു വരികയാണ്. പക്ഷെ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ മകൻ വളർന്നു വലുതായി അവന്റെ വിവാഹം കഴിഞ്ഞ് അതിലൊരു കുട്ടിയുണ്ടാകും, അല്ലെ? അവനും വേണമെങ്കിൽ വളർന്നു വലുതായി അവന്റെ വിവാഹം ചെയ്ത് അവന്റെയും മക്കളെയൊക്കെ കാണണം. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇതാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഭഗവാനെ കുറിച്ചോ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ചോ ആരും ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയും. വേറൊരു ചിന്ത എന്താണ്? കോണിക്കൽ തന്നെ വന്ന നിലം ഇനി കാണം അന്യനെടുപ്പിക്കരുതെന്നും. ഇനി ഏതൊക്കെ സ്ഥലമാണ് വാങ്ങാനുള്ളത്, ഏത് സ്ഥലമാണ് വിൽക്കാനുള്ളത്, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള ചിന്ത, സ്ഥലത്തിനെ കുറിച്ചുള്ള ചിന്ത, ഇതിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കാതെയാണ് എല്ലാവരും കഴിയുന്നത് എന്ന് പറയും. ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ. ഈ ചിന്തകളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വ്യക്തി അറിയാതെ, എപ്പോഴാണ് തിരിച്ചു പോകുന്നത് എന്നറിയാതെ അതിനിടയ്ക്ക് ശരീരം വെടിഞ്ഞു പോകുന്നത്. ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ. ഇവിടെ ഒരുപാട് ഇനി 100 വർഷത്തേക്കുള്ള പ്ലാന് ആയിട്ട് അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വരുന്നത്, ശരീരത്തിൽ ഉപേക്ഷിച്ച് മരിച്ചു പോകേണ്ടി വരുന്നത് എന്ന് പറയും.
അപ്പോൾ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അത് വലിയ ഭയമാണ്. അല്ല, ആരെങ്കിലും മരണത്തിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ എന്താണ് ആളുകൾ പറയാ, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ അത് ഏതുപോലെയാണ്, നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെയാണ്. ഒട്ടകപക്ഷി ഏതെങ്കിലും ഒരു മൃഗം പിടിക്കാൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു പുലി വന്ന് പിടിക്കാൻ സമയത്ത്, അല്ലെങ്കിൽ ഒരു കുറുക്കൻ വന്ന് പിടിക്കാൻ സമയത്ത് എന്ത് ചെയ്യും? ആ ഒട്ടകപക്ഷി അതിന്റെ തല മണ്ണിനടിയിലേക്ക് താഴ്ത്തി വെക്കും. അപ്പോൾ പിന്നെ കാണേണ്ട ആവശ്യമില്ലല്ലോ, ഒന്നും കാണുന്നില്ല എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ആ ഒട്ടകപക്ഷിയെ പിടിച്ചുകൊണ്ടുപോകും, പുലി പിടിച്ചുകൊണ്ടുപോകും. അതേപോലെ ആ മരണത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി, പ്ലാൻ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ആ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കണം, അതിനുശേഷം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ചും ചിന്തിക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, വേറെ പല കാര്യങ്ങളും ആണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പറയും. ഇത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. അവസാന സമയത്ത് എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അടുത്ത ജന്മം കിട്ടുക എന്നും ഭഗവാൻ പറയുന്നുണ്ട്. ഗീതയിൽ 8ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ, എന്ത് ചിന്തയിലാണോ നമ്മൾ ഇരിക്കുന്നത് അതേപോലെ തന്നെയുള്ള ശരീരമാണ് അടുത്തത് കിട്ടാൻ പോകുന്നത്. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം തം തമേവേദി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. നമ്മുടെ ചിന്ത വളരെ പ്രാധാന്യമുള്ളതാണ്. സദാ തദ്ഭാവഭാവിത എന്നാണ് ഭഗവാൻ പറയുന്നത്. സദാ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമ്മൾക്ക് അവസാനവും ഭഗവാനെ കുറിച്ച് സ്മരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. പക്ഷെ വേറെ എന്തെങ്കിലും ചിന്തയാണെങ്കിലോ അതിനനുസരിച്ചുള്ള ശരീരമാണ് കിട്ടുക എന്നാണ് പറയുന്നത്. യം യം വാഭിസ്മരം ഭാവം ത്യജത്യന്തേ കളയപരം തം തമേവേദി കൗന്ദേയ. ഏത് ചിന്തയിൽ ഇരുന്നു കൊണ്ട് പോകുന്നോ അതിനനുസരിച്ചുള്ള ശരീരം കിട്ടും അല്ലെ. ഭാഗവതത്തിൽ നമുക്ക് ഉദാഹരണം കാണാൻ സാധിക്കും, ധാരാളം ഉദാഹരണം കാണാൻ സാധിക്കും. ഭരത മഹാരാജാവ് ഒരു മാനിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു. അല്ല, അടുത്ത ജന്മം മാനായിട്ട് ജനിക്കേണ്ടി വന്നു. അതേപോലെ പുരഞ്ജനൻ തന്റെ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് മരിച്ചു. ഇവളുടെ ഗതി എന്താകും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ വിചാരിച്ച് ഭാര്യയെ കുറിച്ച് മാത്രം ചിന്തിച്ചു മരിച്ചു. അടുത്ത ശരീരം പുരഞ്ജനിയായിട്ട്, സ്ത്രീയായിട്ട് ജനിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു ശാസ്ത്രം ഭഗവത്ഗീതയിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തിനെ കുറിച്ചാണോ അവസാന സമയം ചിന്തിക്കുന്നത് അത് തന്നെയാണ് അടുത്ത ശരീരം കിട്ടുന്നത് എന്ന് പറയും. അപ്പൊ നമ്മൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാം, ഒരു വ്യക്തി തന്റെ വീടിനെ കുറിച്ച് തന്നെ ചിന്തിച്ച് മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ തന്നെ വീണ്ടും അടുത്ത പ്രാവശ്യം വരാം. മനുഷ്യനായിട്ട് വരണം നിർബന്ധമില്ല. ആ വീട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജീവിയായിട്ട്, പൂച്ചയായിട്ടോ പട്ടിയായിട്ടോ പല്ലിയായിട്ടോ ചിലന്തിയായിട്ടോ ഒക്കെ വരാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അപകടത്തിനെ കുറിച്ചാണ് ഇവിടെ പൂന്താനം പറയുന്നത്. ഇത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവാശിവ. പാവം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്, അല്ല അവനെ അറിയുന്നില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ചത്തുപോകുന്നു പാവം ശിവാശിവ. കർമ്മത്തിന്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതു കഴിഞ്ഞെന്നതും കാലം ഇന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിന്റെ വലിപ്പവും. പൂന്താനം ഇനി ഒന്നുകൂടി ഇതുവരെ പറഞ്ഞത് എന്തൊക്കെയാണ് എന്നൊന്ന് ചുരുക്കി പറയുകയാണ്. എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവിനാവോളം എല്ലാരും. ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് എല്ലാവരും ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞത് എന്നാണ് പൂന്താനം പറയുന്നത്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അറിയാത്ത ഒരു കാര്യവും പൂന്താനം പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആരും അതിനെക്കുറിച്ച് അങ്ങനെ വിശദമായിട്ട് ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് പൂന്താനം ഇതെല്ലാം എടുത്തു പറഞ്ഞത് ഇവിടെ പറയുന്നു. എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവിനാവോളം എല്ലാവരും. ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ആ ചിന്തനീയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പൂന്താനം പറയുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊന്നുകൂടി പറയുന്നത്. ഇതുവരെ എന്തൊക്കെയാണ് പൂന്താനം പ്രതിപാദിച്ചിട്ടുള്ളത്, ഈ ഒരു ജ്ഞാനപ്പാനയിൽ എന്തൊക്കെ കാര്യം പറഞ്ഞു എന്നാണ് ഒന്നുകൂടി പറയുന്നത്. കർമ്മത്തിന്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതു കഴിഞ്ഞെന്നതും, കർമ്മം കൊണ്ടാണ് നമ്മൾ ഓരോരോ ശരീരം എടുക്കുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു പോയി എന്നതും പറഞ്ഞു അല്ലെ. അത് വിശദമായിട്ട് പൂന്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു പോയി എന്നുള്ള കാര്യം പറഞ്ഞു. കാലം ഇന്നു കലിയുഗമായതും, ഈ കലിയുഗം വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞു.
എളുപ്പത്തിൽ മുക്തി കിട്ടാൻ സാഹചര്യം കലിയുഗത്തിലാണ്. ആ കലിയുഗത്തിന്റെ മഹാത്മ്യം പറഞ്ഞു. ഭാരതഖണ്ഡത്തിന്റെ വലിപ്പവും ഭാരതഖണ്ഡത്തിന്റെ മഹാത്മ്യവും പറഞ്ഞു. അല്ലെ, ഈ 14 ലോകങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ജംബൂദ്വീപാണെന്നും ജംബൂദ്വീപിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഭാരതവർഷമാണെന്നും ഭാരതവർഷത്തിൽ കർമ്മം മുഴുവൻ നശിപ്പിച്ച് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന സ്ഥലം ഭാരതഖണ്ഡമാണ് എന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കലിയുഗത്തിന്റെ മഹാത്മ്യവും പറഞ്ഞു, ഭാരതഖണ്ഡത്തിന്റെ പ്രാധാന്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ വന്നു പിറന്നതും എത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരം. പിന്നെന്താണ് പറഞ്ഞത്? അതിൽ മനുഷ്യജന്മം കിട്ടുന്നതിന്റെ പ്രാധാന്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മർത്യജന്മം കിട്ടുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞു. അതിൽ വന്നു പിറന്നതും എത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും. അതിൽ എത്ര കാലം നമ്മൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പല പല ഉദാഹരണം പൂന്താനം പറഞ്ഞു. അങ്ങനെ നമ്മൾ എത്ര സമയം ചെലവഴിച്ചു, ഇത്രയും കാലം അങ്ങനെയൊക്കെ പോയി. അത് ചെയ്ത് ഇത് ചെയ്ത് പലതും ചെയ്ത് പണത്തിന്റെ പുറകെ പോയി, പലതിന്റെയും പുറകെ പോയി. നമ്മുടെ ഇത്രയും സമയം അങ്ങനെ പോയി എന്നാണ് പറയുന്നത്. അതിൽ വന്നു പിറന്നതും ഇത്ര നാൾ പഴുതേ തന്നെ. പഴുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ, വേസ്റ്റായി പോയി എന്നാണ് പറയുന്നത്. പഴുതേ തന്നെ പോയ പ്രകാരവും. ഇനി അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നാണ് പറയുന്നത്. പോയ സമയം ഒരിക്കലും നമുക്ക് പിന്നെ തിരിച്ചു കിട്ടുന്നില്ല. അതുകൊണ്ട് അത് പോയി. ആയുസ്സിന്റെ പ്രമാണമില്ലാത്തതും, ഇനി എത്ര നാള് ആണ് ആയുസ് എന്ന് കൃത്യമായിട്ട് അറിയാത്തതും, പ്രമാണമില്ല എന്ന ഗ്യാരണ്ടി പ്രമാണം ഗ്യാരണ്ടി കടലാസ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും, ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും, ഇപ്പോൾ നമ്മൾക്ക് നാമം ചെല്ലാനും ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഒക്കെയുള്ള ആരോഗ്യമുണ്ട്. ആ ഒരു അവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് പൂന്താനം ഇതുവരെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥം എന്നതും. അതും പൂന്താനം നേരത്തെ തന്നെ പറഞ്ഞു. ഇന്ന് ഈ കാലത്ത് ഈ ജന്മത്തിൽ മനുഷ്യ ശരീരത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് മാത്രം, ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥം എന്നതും. നാമസങ്കീർത്തനം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിത്തശുദ്ധി ഉണ്ടാകും. അല്ല, ചിത്തശുദ്ധി കൊണ്ട് നമ്മൾക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. പുരുഷാർത്ഥം, പഞ്ചമ പുരുഷാർത്ഥമായിട്ടുള്ള ഭഗവത് പദപ്രാപ്തി നമ്മൾക്ക് ലഭിക്കും. ഭഗവാനെ സമീപിക്കാൻ സാധിക്കും. ഭഗവാന്റെ സേവനം ലഭിക്കും. ആ ഭഗവാന്റെ സേവനം ചെയ്ത് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് പുരുഷാർത്ഥം, പഞ്ചമ പുരുഷാർത്ഥം. ആ പഞ്ചമ പുരുഷാർത്ഥം നമ്മൾക്ക് കിട്ടാനുള്ള വലിയ അവസരമാണ് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പൂന്താനം ഇവിടെ പറയുന്നത്. ഇനിയുള്ള നരകഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും. ഇനിയുള്ള നരകഭയങ്ങൾ, ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഭഗവാന്റെ സേവനം ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ താഴ്ന്ന ശരീരങ്ങളിലേക്ക് പോകേണ്ടി വരും, നരകീയമായിട്ടുള്ള അവസ്ഥകളിലേക്ക് പോകേണ്ടി വരും എന്നതും പൂന്താനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നരകങ്ങളിൽ പേടി കുറയുകയോ എന്നുള്ള കാര്യവും നേരത്തെ പറഞ്ഞത് തന്നെയാണ് എന്നാണ് പൂന്താനം പറയുന്നത്. ഇന്നു വേണ്ടും നിരൂപണമൊക്കെ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാര്യം എപ്പോൾ ചിന്തിക്കണം? ഇപ്പോൾ തന്നെ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അല്ലെ, അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ ജീവികളും എന്താണ്, വരുന്നത് പോലെ സംഭവിക്കട്ടെ, അവർക്കൊന്നും അതിന് പരിഹാരം ചെയ്യാൻ സാധിക്കില്ല. വന്നതൊക്കെ അനുഭവിക്കുക എന്നുള്ളതാണ് എല്ലാ ജീവികൾക്കും ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ മുൻകൂട്ടി കാര്യങ്ങളെ മനസ്സിലാക്കി, ഇനി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശം, ഇന്ന സ്ഥലത്ത് എത്തുന്നതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, ഇങ്ങനെയൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തു പോകാൻ സാധിക്കുന്നത് ആർക്ക് മാത്രമാണ്? മനുഷ്യന് മാത്രമാണ്. ബാക്കി ജീവികൾക്ക് പദ്ധതി ഉണ്ടാക്കി പോകാൻ സാധിക്കില്ല. മനുഷ്യന് മാത്രമേ നേരത്തെ പദ്ധതി ഉണ്ടാക്കി പ്ലാൻ ചെയ്തു പോകാൻ സാധിക്കൂ. അങ്ങനെ തന്നെ പോകണമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ അടുത്തേക്ക് പോകണമെങ്കിലും അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിച്ച് പോകണം എന്നാണ് പറയുന്നത്. ഇനിയുള്ള നരകഭയങ്ങളും ഇന്ന് വേണ്ടും നിരൂപണമൊക്കെ. ഇന്ന് തന്നെ വേണം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. എന്തിനു വൃഥാ കാലം കളയുന്നു, വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുവിൻ എല്ലാവരും എന്നാണ് പൂന്താനം നമ്മളോട് പറയുന്നത്. എല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് പ്രവേശനമുണ്ട് എന്നാണ് പറയുന്നത്. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ആരെയും ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ല.
അല്ലെ? ചിലപ്പോൾ നമ്മൾക്ക് അമ്പലത്തിൽ പോകുന്നതിന് മാറ്റി നിർത്തിയിട്ടുണ്ടാവും പണ്ടത്തെ കാലത്ത്. ചില ആളുകൾക്ക് മാത്രമേ അമ്പലത്തിൽ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിന് ഒരു വേർതിരിവുമില്ല, ഒരു വിഭാഗീയതയുമില്ല. അല്ല, ഇന്ന ജാതി, ഇന്ന മതം, ഇന്ന സ്ത്രീ, പുരുഷൻ, കുട്ടികൾ, വൃദ്ധരായിട്ടുള്ള ആളുകൾ, ഇന്ന രാജ്യത്തുള്ളവര്, ഇങ്ങനെയുള്ള യാതൊരു വിഭാഗീയതയും ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിന് ഇല്ല, ഒരു തടസ്സവുമില്ല എന്നാണ് പൂന്താനം പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അവസരമുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒരേപോലെ ഭഗവാൻ അവസരം കൊടുത്തിട്ടുണ്ട്. ഒരു വേർതിരിവും നടത്തിയിട്ടില്ല. ഇപ്പൊ ഗവൺമെന്റിന് പോലും പല വേർതിരിവും ചെയ്യേണ്ടി വരും. ജോലി കൊടുക്കുന്ന സമയത്ത് പല പല വേർതിരിവിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി കൊടുക്കുന്നത്, അല്ലെ? പക്ഷെ ഭഗവാൻ അങ്ങനെയില്ല. ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് ആരോടും ഒരു വേർതിരിവുമില്ല. സമോഹം സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളോടും എനിക്ക് തുല്യതയാണുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അവസരം ഈ സമയത്തുണ്ട് എന്നാണ്. വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുവിൻ എല്ലാവരും വെറുതെ മറ്റു കാര്യങ്ങൾ ചെയ്ത് സമയം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ നാമം ജപിച്ച് വൈകുണ്ഠത്തിലേക്ക് എല്ലാവരും പോയിക്കോളൂ എന്നാണ് പൂന്താനം പറയുന്നത്. എന്തിനും വൃഥാ കാലം കളയും, വെറുതെ എന്തിനാണ് നമ്മൾ ഈ ഒരു സമയം കളയുന്നത് എന്ന് ചോദിക്കും. കൂടിയല്ല, ഇനി എന്തുകൊണ്ടാണ് നമ്മൾ സമയം കളയുന്നത് എന്നും പൂന്താനം സൂചിപ്പിക്കുന്നുണ്ട്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. നമ്മുടെ ആ മത്സര ബുദ്ധി കൊണ്ടാണ് നമ്മൾ ഈ സമയം ഒക്കെ കളയുന്നത്, അല്ലെ? നമ്മൾ എന്തിനാണ് സമൂഹത്തിൽ വലിയ സ്ഥാനം, അതേപോലെ വലിയ സമ്പത്ത്, ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരെക്കാൾ ഉപരിയായിട്ട് എത്തണം. എല്ലാവർക്കും എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവർക്കും അസൂയ തോന്നുന്ന രീതിയിൽ ഞാൻ എത്തണം എന്നുള്ള ഒരു രീതിയിൽ ഒരു മത്സര ബുദ്ധി, അല്ലെ? മറ്റുള്ളവരെക്കാൾ ഉപരിയാകണം എന്നുള്ള മത്സര ബുദ്ധിയിലാണ് എല്ലാവരും പോകുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്, അല്ലെ? അവനെ കണ്ടില്ലേ, അവനേക്കാൾ മാർക്ക് നേടണം, അവനേക്കാൾ ഉപരി എത്തണം എന്ന് പറഞ്ഞ് നമ്മൾ ആ മത്സര ബുദ്ധിയാണ് ചെറുപ്പം മുതലേ നമ്മുടെ ബുദ്ധിയിലേക്ക് കയറുന്നത്. ആ ബുദ്ധി കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും ജീവിതകാലം അവസാനം വരെ. ആ ഒരു സോഫ്റ്റ്വെയറും വെച്ച് നമ്മൾ അങ്ങനെ ഓടും. അപ്പൊ അതിന്റെ ആവശ്യം എന്താണ് എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. ശീലപ്രഭാതനം ചോദിക്കുന്നുണ്ട്. അവിടെ അമേരിക്കയിൽ എത്തിയ സമയത്ത് ശാസ്ത്രജ്ഞന്മാര്, അതേപോലെ ഉയർന്ന വ്യക്തികളൊക്കെ ചോദിച്ചു, ഇന്ന് നമ്മൾ എത്രയും അഡ്വാൻസ്ഡ് ആയി, നമ്മൾക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? നമ്മളിപ്പോൾ കാറ് കണ്ടുപിടിച്ചു, വിമാനം കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശീലപ്രഭാത് ചോദിക്കുന്നു, ഓടുന്നുണ്ട്, നിങ്ങളും വളരെ സ്പീഡിൽ ഓടുന്നുണ്ട്, ഒരു നായയും ഓടുന്നുണ്ട്, എന്താണ് വ്യത്യാസം? നായ 4 കാലിൽ ഓടുന്നു, നിങ്ങൾ 4 ചക്രത്തിൽ ഓടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്? രണ്ടും ഓടുന്നത് ഒരേ കാര്യത്തിന് വേണ്ടി. ആഹാരം, നിദ്ര, ഭയമൈതുനഞ്ച. ഒരു നായ ഓടുന്നത് എന്തിനായിരിക്കും? ഒന്നുകിൽ ആഹാരം തേടിയായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയായിരിക്കും, വിശ്രമത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഭയം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മൈഥുനത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഒരു സ്ത്രീയുടെ പുറകെ അല്ലെങ്കിൽ ഒരു പെൺപട്ടിയുടെ പുറകെ ആയിരിക്കും അത് ഓടുന്നത്. ഈ കാറിൽ ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനൊക്കെ തന്നെയാണ് ഈ കാറിൽ ഓടുന്നതും അല്ലെങ്കിൽ വിമാനത്തിൽ ഓടുന്നതും ഈ 4 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആഹാരം, നിദ്ര, ഭയം, സുരക്ഷ, മൈഥുനം, സ്ത്രീ പുരുഷ ആകർഷണം. ഇതിനു വേണ്ടിയിട്ടാണ് മനുഷ്യനും ഓടുന്നത് എന്ന് പറയും. അപ്പോൾ ശീലപ്രഭാതർ ചോദിക്കുന്നുണ്ട്, എന്താണ് വ്യത്യാസം? നിങ്ങൾ അഡ്വാൻസ്ഡ് ആയി എന്ന് പറയുന്നു, പക്ഷേ ഒരു നായ ഓടുന്നതും കാറിൽ ഓടുന്നതും ഒരേപോലെ തന്നെയാണ് എന്ന് പറയും. അത് ആ മത്സരം കൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത്. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. അപ്പൊ നമ്മുടെ സമയം മുഴുവൻ അങ്ങനെയാണ് പോകുന്നത്. ആ മത്സര ബുദ്ധി കൊണ്ട് നമ്മുടെ സമയം മുഴുവൻ പോകുന്നു. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം. നമ്മൾക്ക് കിട്ടാനുള്ള വലിയൊരു നേട്ടം ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ നെട്ടോട്ടം ഓടുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ പ്രാധാന്യം അറിയാതെ, ആ ഭഗവാനെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ആ ഭഗവാനെ നേടിയാലുണ്ടാകുന്ന സൗഭാഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കാതെയാണ് നമ്മൾ ഇങ്ങനെ ഓടുന്നത് എന്നാണ്. ഭഗവാനെ നേടിയാലുണ്ടാകുന്ന സൗഭാഗ്യത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഈ താൽക്കാലികമായിട്ടുള്ള അർത്ഥത്തിന് പുറകെ നമ്മൾ ഓടുന്നത്. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവിധ അർത്ഥവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ
എല്ലാവിധ സൗഭാഗ്യവും എല്ലാവിധ ഐശ്വര്യവും നമ്മൾക്ക് ആവശ്യത്തിന് ഭഗവാൻ തന്നോളും എന്ന് നമ്മൾക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓടുന്നത്. ആ ഭഗവാനെ ഉപേക്ഷിച്ച് നമ്മൾ അങ്ങനെ ഓടുകയാണ്. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിന് കൊതിക്കുന്നതെന്തുനാ. ഭഗവാൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മൾ മറ്റുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പരക്കം പായുന്നത്. മധ്യാഹ്നാർത്ഥ പ്രകാശമിരിക്കവേ ഗദ്യോദത്തെയോ മാനിച്ചുകൊള്ളേൻ. ഏതുപോലെയാണ്? സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തും ഒരാൾ മിന്നാമിനുങ്ങിന്റെ പുറകെ പോകുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. അർത്ഥത്തിന്റെ പുറകെ പോകുന്നത്. സൂര്യനാണ് നമ്മൾക്കുള്ളത്. സൂര്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രകാശത്തിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇദ്ദേഹം ആരുടെ പുറകെയാണ് പോകുന്നത്? ഇപ്പൊ മിന്നാമിനും കൊണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വെളിച്ചം കിട്ടുമായിരുന്നു എന്ന് വിചാരിച്ച് മിന്നാമിനുങ്ങിന്റെ പുറകെ പോകുന്നത് പോലെയാണ്. മധ്യാഹ്നാർക്ക പ്രകാശം ഇരിക്കവേ ഗദ്യോദത്തെയോ മാനിച്ചുകൊള്ള. അതേപോലെ ഭഗവാനെ നേടാനുള്ള അവസരം കിട്ടിയിട്ടും ചെറിയ ചെറിയ താൽക്കാലികമായിട്ട് നശിച്ചു പോകുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ നമ്മുടെ സമയം അതിനു വേണ്ടിയാണ് ഓടുന്നത്. അല്ല, എനിക്ക് സമയമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഭഗവാന്റെ നാമം ജപിക്കൂ, എനിക്ക് സമയമില്ല. അല്ലെ, സത്സംഗത്തിന് വരൂ, എനിക്ക് സമയമില്ല. അല്ലെ, ഭഗവത്ഗീത വായിക്കൂ, ഭഗവത്ഗീത കേൾക്കൂ, എനിക്ക് സമയമില്ല എന്ന് പറയും. അവരെ കുറിച്ചാണ് ഇവിടെ പൂന്താനം പറയുന്നത്. അർത്ഥമോ പുരുഷാർത്ഥം ഇരിക്കവേ അർത്ഥത്തിന് കൊതിക്കുന്നതെന്തു നാം. മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ ഗദ്യോദത്തെയോ മാനിച്ചുകൊള്ളേണ്ടു. സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് മിന്നാമിനുങ്ങിന്റെ പുറകെ പോകുന്നത് എന്തിനാണ് എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. യെസ്, അടുത്തൊരു ദിവസം കൊണ്ട് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. നാളെ കൊണ്ട് നമ്മൾക്ക് പൂർത്തീകരിക്കാം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ കി ജയ്. പഠന കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഹരേ കൃഷ്ണ.